അല്ലെങ്കിൽ ഇവ ജീവകാരുണ്യ പ്രവർത്തകനാണോ കെ സുരേന്ദ്രനും ടീമുകളും എല്ലാം? ഇത് കൊള്ള സംഘമെന്നേ. സംഘത്തിനകത്തൊരു ഇടിമുറി തരാൻ പറഞ്ഞു. ഇവനെയൊക്കെ പിടിച്ചിട്ട് അതിനകത്തിട്ട് ഇടിമുറിയിൽ ഇടിക്കണമെന്ന് പറഞ്ഞു. ജനങ്ങളെ, ഈ സമുദായത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായി വിജയനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കാണാത്ത ഒരുപാട് ക്വാളിറ്റികൾ മോദിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ അത് പൊങ്ങി വരില്ല. കാരണം മോദിക്ക് ഈ രണ്ട് മാരകമായ രോഗം ബാധിച്ചു. മോദിയും അമിത്ഷയും കാരണമാണ് ബി ജെ പി ആയത്. അല്ലാതെ ഈ കെ സുരേന്ദ്രനും ഇന്ന് കാണുന്ന ഈ മങ്കികൾ കാരണമല്ല. കേരളത്തിലെ BJPക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചം കിട്ടുന്നുണ്ടോ? കേന്ദ്രത്തിന് സഹായം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തേക്ക് പുതിയതായിട്ട് അധികം നേതാക്കളൊന്നും വരുന്നില്ല. എന്നാലും ഉള്ളവരുടെ ഇത് വെച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും രീതിയിൽ അവർ മെച്ചപ്പെട്ടിട്ടുണ്ടോ തോന്നുന്നുണ്ട് ഈ രാഷ്ട്രീയം കൊണ്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കൊണ്ട്? കാരണം കോൺഗ്രസിലും ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാശുണ്ടാക്കിയ ആൾക്കാരും അഴിമതിക്ക് കൂട്ടുന്നവർ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവെ BJPയിൽ അത്ര അഴിമതി കുറവായിരുന്നു. അങ്ങനെ പരസ്യമായിട്ടുള്ള ആരോപണമൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ താങ്കളല്ലോ, അങ്ങനെ സ്കോപ്പ് ഉണ്ടോ BJPയിൽ എന്ന് ചോദിച്ചത്? എന്നെ കൊണ്ട് വീണ്ടും വിവാദം ഉണ്ടാക്കിപ്പിക്കാൻ തന്നെയല്ലേ ചോദിച്ചാൽ തരാതിരിക്കാൻ പറ്റില്ലല്ലോ ഉത്തരം. ഈ മണമില്ലാത്ത പൂവിനെ ആരെങ്കിലും തലയിൽ ചൂടുവോ? തേനില്ലാത്ത പൂവിനെ ഏതെങ്കിലും വണ്ട് തേടി പോവോ? പിന്നെ ഇതെന്താ ആതുരാലയോ? അല്ലെങ്കിൽ ഇവ ജീവകാരുണ്യ പ്രവർത്തകനാണോ കെ സുരേന്ദ്രനും ടീമുകളും എല്ലാം? ഇത് കൊള്ള സംഘമെന്നേ. പിന്നെ പുതുതായിട്ട് ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കയറി വന്ന ഇവരുടെ വരുമാനം പോലും ഇത് നല്ല ബിസിനസ്. അതല്ലേ ഞാൻ നിതിൻ ഗഡ്കരി അദ്ദേഹവും ഞാനും കൂടെ ഡൽഹിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേബിളിലിരിക്കുക. അപ്പം ഞാൻ നിതിൻജിയുടെ അടുത്ത് പറഞ്ഞു, നിതിൻജി, ബിഫോർ അവർ പാർട്ടി വാസ് നോൺ as ഭാരതീയ ജനതാ പാർട്ടി and now it is just like a business Janata party, and due to certain brokers Janata party, our party will become just like it will become a Basmasuras Janata party. പുള്ളി എണീറ്റ് ഇങ്ങനെ കൈയടിച്ചു. സ്വാമി പറയുന്നത് what is saying is correct, right എന്ന് ചോദിച്ചു. ഇത് ഇവിടുത്തെ പൊളിറ്റിക്സിലേക്ക് പോകണം. ഞാൻ ഈ പൊളിറ്റിക്സ് ടോട്ടലി വിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഇമാരെ ഞാൻ പറഞ്ഞു കെ സുരേന്ദ്രൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു റൂട്ടിയിട്ടവനെ കിട്ടിയ. ഞാൻ സംഘത്തിൻ്റെ മെയിൻ ആളെടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പറ്റുമെങ്കിൽ സംഘത്തിനകത്തൊരു ഇടിമുറി തരാൻ പറഞ്ഞു. ഇവനെയൊക്കെ പിടിച്ചിട്ട് അതിനകത്തിട്ട് ഇടിമുറിയിൽ ഇടിക്കണമെന്ന് പറഞ്ഞു. കാരണം അത്രയും ചെറ്റത്തരമാണ് സംഘത്തിൻ്റെ എല്ലാ ഐഡിയോളജിമാരും നശിപ്പിക്കുകയെന്നേ. അവസാനം എൻ്റെ അടുത്ത് പ്രാന്തപ്രചാരകൻ എന്നോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ BJP എന്ന് പറഞ്ഞാൽ അറിയാലോ, സംഘപരിവാറിനകത്തുള്ള ഒരു മുറിയാണ്. അതൊരു കുളിമുറിയാണ്. അതിനകത്ത് ചെറിയ നാറ്റവും വഴുക്കലും ഒക്കെ ഉണ്ടാവും. വേറെയും മുറികളൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞു എല്ലാ മുറികളും ഉണ്ട്, ബെഡ്റൂമും ഉണ്ട്. ശരി, അവൻ പോട്ടെ, അവിടെ പോകുന്നത് പോട്ടെ, ഫൈൻ. പക്ഷെ അവിടെ പോകുന്ന പണി അവൻ ഡൈനിങ് ടേബിളിൽ വന്ന് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചന്തിക്ക് പഠിക്കണ്ടേന്ന് ചോദിച്ചു. പുള്ളിക്ക് എന്ത് പറയാൻ പറ്റും? പക്ഷേ എന്താ പ്രോബ്ലം എന്നറിയോ? നമ്മുടെ ഈ RSSൻ്റെ ഇതെന്ന് വെച്ചാൽ ആ പഴയ സംഘത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിനെയും എവിടെ നന്മയുണ്ടോ, ഏത് പാർട്ടിയിലുണ്ടോ, ഞാനൊരു പഴയ സ്വയംസേവകമാണ്, അതിനൊന്നും യാതൊരു മാറ്റമില്ല. പക്ഷേ ഇതിനകത്ത് പറയാൻ, തെറ്റ് തിരുത്താൻ ആരും വരില്ല. വരാതിരിക്കുന്നതാണ് അതിൻ്റെ നാശം. അതെന്താണ്? എല്ലാവരും പോസ്റ്റ് ഓറിയൻറ്റഡ് ആണ്. പൊസിഷൻ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഒരുതരം വേഷിയുടെ മെൻറ്റാലിറ്റി ആണെന്നേ. ചിരിച്ചുകൊണ്ടിരിക്കും. വേഷിയുടെ ആ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ സ്വഭാവം നമുക്ക് നല്ലതല്ല. പറയാനുള്ള പറയണം. നീ പോടാൻ മറ്റവനെന്ന് പറയണം. നീ ആരാ? നിന്റെ ചെലവിനാണോ ഞാൻ ജീവിക്കണേ? ഇത്രയും കാലം നീ ഉണ്ടാക്കിയിട്ടാണോ നമ്മൾ ഇതാക്കിയത്? നിന്നെ കണ്ടിട്ടാണോ ഞാൻ ഭൂമിയിൽ വന്നത്? 100 വർഷമായിട്ടേ ഉള്ളൂ ഈ സംഘടനയൊക്കെ, ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഒക്കെ വന്നത് 100 വർഷമുള്ളൂ. അതിന് മുമ്പ് ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തതും സഹായിച്ചതൊക്കെ നമ്മുടെ സന്യാസ പരമ്പരയാണ്. അന്ന് നമ്മൾക്ക് ഈ ഇതിനെക്കാട്ടിയും വലിയ വില്ലന്മാരും വലിയ കരുത്തുള്ളവന്മാരും ഉണ്ടായിരുന്ന സമയത്ത്, ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ആത്മാവിനും നമ്മുടെ പൂർവികർക്കും ഒക്കെ പറ്റുമെങ്കിൽ, ഇപ്പം വല്ലവൻ്റെയൊക്കെ ബിച്ച കൊണ്ടും ഈ പറഞ്ഞ ബിസിനസ് ഇതിൻ്റെ രീതിയിൽ നിൽക്കുന്ന യുവന്മാരുടെ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. പോയി പണി നോക്കണമെന്ന് പറയണം. മോദിയെ സപ്പോർട്ട് ചെയ്തു. മോദിക്ക് വേണ്ടി റോഡ് ഷോ ഞാൻ നടത്തി. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ വലിയൊരു സാധനമാണ് ചെയ്തത്. അതേ സമയത്ത് മോദി ചെയ്ത തെറ്റിനെയും തെറ്റായിട്ട് പറയും ഞാൻ. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മോദി അഡിക്റ്റ് അല്ല. ഞാൻ മോദിയുടെ ഒരു സപ്പോർട്ടറാണ്, മോദിയുടെ ഒരു വെൽവിഷറാണ്. ദാറ്റ്സ് ഇറ്റ്. എന്താണ് ഈ മോദിയിൽ കാണുന്ന ക്വാളിറ്റി എന്താണ്? മോദിക്ക് കുറേ കാര്യങ്ങളുണ്ട്. കാരണം മോദിക്ക് നമ്മൾ കാണാത്ത ഒരുപാട് ക്വാളിറ്റികൾ മോദിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ അത് പൊങ്ങി വരില്ല. കാരണം മോദിക്ക് ഈ രണ്ട് മാരകമായ രോഗം ബാധിച്ചു, ഓറ സ്ട്രോക്കും ചക്ര പാരലൈസും. അതുകൊണ്ട് മോദിക്ക് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ ഹിഡൻ ഫെയിലിയേഴ്സ് മോദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും.
മോദി ചെയ്തിരുന്ന പ്രാക്ടീസ് ഒന്നും അല്ല ഇപ്പം ചെയ്യുന്നത്. മോദിയെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ബേസിക്കലി ഒരു നല്ല മനുഷ്യനാണ്. ഒരു സ്വയം സേവകമായിരുന്നില്ലേ പുള്ളി? പക്കാ സ്വയം സേവകമാണ്. നല്ല മോദിയും അമിത്ഷയും കാരണമാണ് ബി ജെ പി ആയത്. അല്ലാതെ ഈ കെ സുരേന്ദ്രനും ഇന്ന് കാണുന്ന ഈ മങ്കികൾ കാരണമല്ല. മോദി ഒരു ഹനുമാനാണെങ്കിൽ ഇവിടെ കുറേ മങ്കികളുണ്ട് ബി ജെ പിയിൽ. അവന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മോദി അല്ല പ്രശ്നക്കാരൻ. പിന്നെ മോദി എങ്ങനെയെങ്കിലും ചാവണം, മോദി നശിക്കണം, മോദിയെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഈ കോൺഗ്രസിലും ജിഹാദികളിലും ഒക്കെ ഉണ്ടെന്നല്ലേ? അല്ലല്ല. അതിനേക്കാളും ബി ജെ പിക്ക് അകത്ത് തന്നെ മോദിയുടെ കൂടെ ഉള്ളവർ തന്നെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഞാനത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഇവിടെയുള്ള ആൾക്കാരുടെ ആത്മാർത്ഥത മോദിയോടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ വെച്ചാണ് ഞാൻ ചില കാര്യങ്ങളിലൂടെ ഷെയർ ചെയ്തു. സൈമൾട്ടേനിയസ്ലി അപ്പുറത്തും വിട്ടു ഇപ്പുറത്തും വിട്ടു. ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നാഥനായിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ചീഫായിരിക്കുന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തിന് ഒരു നാശമോ മോശമോ വരുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് അങ്ങേക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ വേറെ അറിയിക്കില്ലേ, പാസ് ചെയ്യില്ലേ മെസ്സേജ്? അത് പാസ് ചെയ്തതിന് അവൻ എങ്ങനെയെങ്കിലും തൊലയിട്ടെ, ഇത് അവൻ അറിയണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് അങ്ങേക്ക് കിട്ടുന്ന മെസ്സേജ് ഹൈഡ് ചെയ്ത് വെക്കുക. അതുപോലെ മോദിക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ വ്യക്തമായിട്ട് അടിവരായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും യുവന്മാരതെല്ലാം ഹോൾഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഞാനത് അറിയിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയുടെ ബ്രെഡും ബട്ടറും നോക്കി നടക്കുന്ന ആളല്ല. ഇത് കണ്ടിട്ടല്ല നമ്മൾ നമ്മുടേതായ പണിക്കിറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ മോദി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇവിടെ GST ഫയൽ ചെയ്യുന്നത്? ഹിന്ദുക്കൾക്ക് എന്ത് ബിസിനസ്സാണ് ഉള്ളത്? നമ്മൾ കുറച്ച് പേരുണ്ടാവും. ബാക്കി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന സ്ട്രീറ്റ് ബിസിനസ് തൊട്ട് ഹൈ ലെവലിൽ ചെയ്യുന്നത് പോലും ഈ ബിസിനസ് ചെയ്യുന്നത് കൂടുതലും മുസ്ലിംസാണ്. അതിൻ്റെ GST പോകുന്നത്, അതിൻ്റെ ടാക്സ് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്നത് അറിയാം. ഇവരുടെ ആവശ്യങ്ങൾ പലതുമുണ്ട്. പല കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രീതി നോക്കണ്ട. BJPക്ക് അകത്തുനിന്ന് ഒരാൾക്ക് എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല? എന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ഒരാളെ, അത് മുസ്ലിം ആവണമെന്ന് പോലുമില്ല. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഞാൻ സംഘത്തിനോട് പറഞ്ഞു, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മുസ്ലിം ആളെ കൊടുക്കാതെ ഒരു ഹിന്ദുവിനെ കൊടുക്കുക. ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിൻ്റെ ആളെ കൊടുക്കാതെ ഒരു മുസ്ലിമിനെ കൊടുക്കുക. മുസ്ലിങ്ങൾ ഹിന്ദുവിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ, ഹിന്ദുക്കൾ മുസ്ലിമിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ മതസൗഹാർദ്ദം കാണിക്കേണ്ടത്. അല്ല സ്വന്തം മതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മതവും കുതവും ഒരുപോലെയാണ്. ഈ രണ്ട് നാറിയ സാധനങ്ങളാണ്. ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് ഇറങ്ങുന്നത് തന്നെ വൃത്തികെട്ട പരിപാടിയാണ്. മനുഷ്യനെ 2 ആക്കി 4 8 16 ആക്കുന്ന ഒരു സാധനമാണിത്. ഒന്നാക്കി കാണാനുള്ളതല്ല. പക്ഷേ ഈ മതം കുറച്ച് നാളുകൂടെ മതങ്ങളുടെ ഇത് വെക്കുക. അത് കഴിയുമ്പോൾ ഇവിടുത്തെ യൂത്ത് ഇതെല്ലാം അടിച്ചു പിടിച്ച് കളയും. ഉറപ്പാ. അടുത്ത 100% അവർ പൊട്ടിച്ചിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയൊക്കെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഈ കൂടോത്ര പരിപാടി. പിന്നെ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഈ വർഗീയത, ഇതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുക. ഇയാൾ ആദ്യം നന്നായി മാതൃക കാണിക്കണ്ടേ? ഗുരുദേവൻ്റെ എനർജി സമൂഹത്തെ അറിയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗുരുദേവൻ്റെ ചിത്രത്തിൻ്റെ തലയിരുന്നിട്ടാണ് ഇയാൾ ഈ പേക്കൂത്തത്രയും കാണിക്കുന്നത്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് BJP, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് BJPയിൽ നിന്നും ജനങ്ങൾ അകലും. ഇയാൾ BJP എന്തിനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു കാട്ടുകള്ളനെ, ജഗതി പറയുന്ന പോലെ ഒരു കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതെന്താ ഈ സമൂഹത്തിന്? ഇതൊരു തരം BJP ചെയ്യുന്നത് പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കെട്ടുന്ന പരിപാടിയാണ്. പിന്നെ ഇപ്പം ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വർഗീയത ഇയാൾ നടത്തി. ഇയാൾ ഇവിടെ ഒരു ഇയാളും കെ സുരേന്ദ്രനും കൂടെ ചേർന്നൊരു വലിയ വർഗീയ കലാപം പ്ലാൻ ചെയ്യാണ്. പിന്നെ അതുപോലെ പിണറായി വിജയൻ, അദ്ദേഹം വളരെയധികം മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഇയാൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്ത് ജനങ്ങളെ, ഈ സമുദായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായി വിജയനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആൾക്കാരൊക്കെ ഇയാളുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഡാൻസ് കളിച്ച് പോവും. പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തെ കൊണ്ട് ജനം ചെയ്യിപ്പിക്കണം.